ഒട്ടും ഇംഗ്ലീഷ് അറിയാണ്ട് ആകെ വട്ടത്തിലായിട്ടുള്ള ഒരു കാലത്തെക്കുറിച്ചുള്ള കഥയാണ് ഞാൻ പറയുന്നത്. കുറച്ചു കാലം മുമ്പത്തെയാണിത്. ഞാൻ കോളേജ് ജസ്റ്റ് പഠിച്ച് എക്സാമൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന സമയം. അന്ന് എൻ്റെ അച്ഛൻ വർക്ക് ചെയ്യുന്നത് റെയിൽവേയിലാണ്, മധ്യപ്രദേശിലാണ്. മഹാസമുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു റെയിൽവേ സ്റ്റേഷനിലെ സ്റ്റേഷൻ സൂപ്രണ്ടൻ്റാണ് പുള്ളി. അപ്പോൾ അച്ഛൻ അന്ന് കുറച്ച് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളായിരുന്നു. BP കുറച്ച് കൂടുതലും, അങ്ങനെ കുറച്ച് പ്രയാസങ്ങളുണ്ട്. അപ്പോൾ ഡിഗ്രി കഴിഞ്ഞ വഴിക്ക് എന്തായാലും കുറച്ച് കാലം സമയമുണ്ട്. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് പോയി നിൽക്കാൻ പറഞ്ഞിട്ട് വീട്ടിൽ നിന്നും പറഞ്ഞു. അങ്ങനെ അച്ഛൻ നാട്ടിൽ വന്ന സമയത്ത് അച്ഛൻ്റെ കൂടെ ഞാൻ മധ്യപ്രദേശിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ കേരളത്തിന് പുറത്തുള്ള ആളുകളുടെ ഒരു കുഴപ്പം, പ്രത്യേകിച്ച് ഈ സൗത്ത് ഇന്ത്യ വിട്ട് കഴിഞ്ഞിട്ടുള്ളത്, ഇപ്പോൾ മധ്യപ്രദേശോ അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കൂടുതൽ ഉത്തരേന്ത്യയിലേക്കൊക്കെ പോകുമ്പോഴുള്ള ഒരു പ്രശ്നം അല്ല, അവരുടെ ഒരു ധാരണ എന്താണെന്ന് വെച്ചാൽ, കേരളം എന്ന് പറഞ്ഞാൽ 100% സാക്ഷരത ഉള്ള സംസ്ഥാനം. അവിടുന്ന് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് ഒരാൾ വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷ് ഭയങ്കരമായിട്ട് അറിയാം എന്നാണ്. നമുക്ക് അത്യാവശ്യ കാര്യങ്ങൾ പറയാൻ പോലും അറിയാണ്ടാണ് നാട്ടിൽ നിന്ന് പോകുന്നത്, അറിയാലോ. ഞങ്ങൾ കൂടുതൽ സംസാരിച്ചാലാണ് ഇംഗ്ലീഷ് അറിയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട്, നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാനും എൻ്റെ ഒരു സുഹൃത്തും ഒരു കാലത്ത് തീരുമാനിച്ചു, ഒരു ദിവസം മൊത്തം നമ്മൾ ഇംഗ്ലീഷിൽ മാത്രമേ സംസാരിക്കുള്ളൂ എന്ന്. ഈ കോളേജ് കാലത്ത് തന്നെയാണ്. എന്നിട്ട് ഞങ്ങൾ രാവിലെ കോളേജിൽ പോയി വൈകുന്നേരം വരുന്നവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അക്ഷരം മിണ്ടിയില്ല. എന്തെങ്കിലും പറഞ്ഞാലല്ലേ ഇപ്പം ഇംഗ്ലീഷ് പറയേണ്ട കാര്യമുള്ളൂ. പറയുമ്പോൾ തെറ്റുന്നുള്ളൊരു ഉറപ്പാണ്. പിന്നെ അത് നാട്ടിപ്പാട്ടാവും. അപ്പോൾ പിന്നെ അതിൻ്റെ അപമാനം സഹിക്കാൻ വയ്യാന്നുള്ളതുകൊണ്ട് നമ്മൾ മിണ്ടാണ്ടിരുന്നു. അങ്ങനെയാണ്. അങ്ങനെ ഞാൻ ഈ ട്രെയിനിൽ അച്ഛൻ്റെ കൂടെ പോവാണ്. അപ്പോഴൊന്നും എനിക്ക് ഒരു അപകടത്തെക്കുറിച്ച് വലിയ ധാരണ ഇല്ല. പോകുന്ന സമയത്ത് നമുക്ക് അറിയാവുന്ന 2 വാചകങ്ങൾ, ഇംഗ്ലീഷിൽ വാട്ട് ഈസ് യുവർ നെയിം എന്നും, ഹിന്ദി ആണെങ്കിൽ തുമാര നാം ക്യാ ഹൈ എന്നും. മറ്റൊന്നും അറിയില്ല. പറയുമ്പോൾ ഞാൻ ഇംഗ്ലീഷൊക്കെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഡിഗ്രി പാസ്സായ ആളാട്ടോ. ഇംഗ്ലീഷൊന്നും എനിക്ക് ഒരു കാലത്തും നമ്മൾ തോറ്റിട്ടില്ല. ഹിന്ദി പഠിച്ചാൽ വലിയ അഡ്വാൻറ്റേജ് ആണെന്ന് പറഞ്ഞിട്ട് സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി, ഡിഗ്രി വരെയും സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി തന്നെ എടുത്ത് കഷ്ടപ്പെട്ട് പഠിച്ച് രാത്രി മുഴുവൻ കുത്തിരുന്ന് പഠിച്ചിട്ടൊക്കെയാണ് അത് പാസ്സായി വന്നത്. എന്നിട്ടൊരു വാചകം പറയാൻ അറിയില്ല. അങ്ങനെയായിരുന്നു ഹിന്ദിയുടെ കാര്യം. ഞങ്ങൾ ട്രെയിനിൽ പോകുന്നു. അപ്പോൾ ട്രെയിനിൽ വേണ്ട സാധനങ്ങൾ, ഭക്ഷണങ്ങളൊക്കെ അച്ഛൻ വാങ്ങിച്ചു തരുന്നു. അങ്ങനെ അപ്പോൾ ഞങ്ങൾ ചെന്നിറങ്ങുന്ന ഈ മഹാസമുണ്ട് റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിറങ്ങി. അപ്പോൾ ചെന്ന് 1 മാസത്തോളം ലീവ് കഴിഞ്ഞിട്ട് തിരിച്ചു ചെല്ലുകയാണ്. അപ്പോൾ കൂടെ ഞാനുണ്ട്. അവിടെ ഈ നമ്മുടെ നാട്ടിൽ സാറ് വിളിക്കുന്ന പോലെ സൗത്ത് വിട്ടാലുള്ള ഒരു പ്രത്യേകത ബാബു എന്നാണ് വിളിക്കുക. ബഡേ ബാബു എന്നാണ് വലിയ ആളേനെ, വലിയ ജോലി ഓഫീസർമാരാണ്, വലിയ സാറന്മാരാണ് ബഡാ ബാബു എന്ന് വിളിക്കുക. അപ്പോൾ അച്ഛൻ ബഡാ ബാബുവാണ്. സ്വാഭാവികമായിട്ട് ഞാൻ ചോട്ടാ ബാബുവായി. അപ്പോൾ ബഡാ ബാബുവും ചോട്ടാ ബാബും കൂടിയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി. അപ്പോൾ അച്ഛനാണ് ഈ സ്റ്റേഷൻ്റെ ഇൻചാർജ്. അപ്പോൾ 1 മാസത്തിന് ശേഷം അച്ഛൻ ചെല്ലായതുകൊണ്ട് എന്തൊക്കെയോ കുറച്ച് വർക്കുകളുണ്ട്. അപ്പോൾ ഞാനവിടെ അങ്ങനെ കാത്തിരിക്കുക. ദീർഘയാത്ര കഴിഞ്ഞ് ട്രെയിനിൽ അച്ഛൻ്റെ ഓഫീസിലിരിക്കുമ്പോൾ അപ്പറാവു എന്ന് പറഞ്ഞിട്ടൊരു പ്യൂണുണ്ട്. പുള്ളി വന്നിട്ട് അച്ഛനോട്, പുള്ളി തെലുങ്കനാണ്. അച്ഛൻ തെലുങ്ക് നന്നായി സംസാരിക്കും, ഹിന്ദി പറയും, തമിഴ് അസാധ്യമായിട്ട് സംസാരിക്കും, മലയാളം പറയും. അങ്ങനെ എല്ലാ ഭാഷയിലും അത്യാവശ്യം നല്ല പ്രാവീണ്യമുള്ള ആളാണ് അച്ഛൻ. അപ്പോൾ ഇവർ തെലുങ്കിൽ എന്തൊക്കെയോ സംസാരിച്ചു. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഇവിടെ വെറുതെ ഇരിക്കേണ്ട കാര്യമില്ലല്ലോ, നീ വീട്ടിൽ പോയിക്കോ എന്ന് പറഞ്ഞു. ഞാൻ ആദ്യമായിട്ട് ചെല്ലുകയാണ് അവിടെ. അച്ഛൻ്റെ വീട് എവിടെയാണ്, എവിടെ താമസിക്കുന്നൊന്നും അറിയില്ല. അപ്പോൾ ഈ അപ്പറാവിനെ കൂട്ടിയിട്ട് അച്ഛൻ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. അപ്പോൾ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷന് അടുത്ത് തന്നെ, അറിയാലോ, റെയിൽവേക്കാർക്ക് ക്വാർട്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അച്ഛൻ ഓഫീസറായതുകൊണ്ട് അത്യാവശ്യം വലിയൊരു ക്വാർട്ടേഴ്സിലാണ് നമ്മുടെ താമസം. അങ്ങനെ ഞങ്ങൾ പോകുന്ന സമയത്ത് എനിക്ക് അപ്പറാവിനോട് ചോദിക്കണമെന്നുണ്ട്, നിങ്ങൾ ഇവിടെ വന്നിട്ട് എത്ര കാലമായി, നിങ്ങൾ മധ്യപ്രദേശുകാരൻ തന്നെയാണോ, ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രാൻസ്ഫർ ആയി വന്നിട്ട് എത്ര കാലമായി, വീട്ടിലാരൊക്കെ ഉണ്ട്, ഇതൊക്കെ എങ്ങനെ ചോദിക്കും അറിയില്ല. മനസ്സിലായില്ല. അപ്പോൾ നമ്മളിങ്ങനെ മനസ്സിലിങ്ങനെ ആലോചിക്കും ക്വസ്റ്റ്യൻസ്. ഈസ് യു സ്റ്റേയിങ് ഹിയർ, വാസ് യു സ്റ്റേയിങ് ഹിയർ, ആർ യു ഹിയർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ചോദ്യങ്ങൾ മനസ്സിലിങ്ങനെ ആലോചിക്കും. അപ്പം അത് ഒന്നറിയാം, ഇത് പറയുമ്പോൾ തന്നെ, മനസ്സിൻ്റെ ഉള്ളിൽ പറയുമ്പോൾ തന്നെ നമുക്ക് ഇത് ശരിയല്ല, തെറ്റാണ്, ഈ ഒരു വാചകത്തിൽ എന്തൊരു കുഴപ്പമുണ്ടെന്ന് അറിയാം. അപ്പോൾ ചോദിക്കാണ്ടിരുന്നു. സോ അപ്പം അയാളാണെങ്കിൽ മുറിയൻ ഇംഗ്ലീഷ് വെച്ചിട്ട്, അവിടുത്തെ പ്യൂണാണെന്ന് ഓർക്കണം, മുറിയൻ ഇംഗ്ലീഷ് വെച്ചിട്ട് അയാൾ സംസാരിക്കുന്നുണ്ട്. പ്രാക്ടിക്കൽ ഒരു ഭാഷയുണ്ടല്ലോ, അത് വെച്ചിട്ട് പുള്ളി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒറ്റ വാക്കിന് ഞങ്ങൾ മറുപടി പറയും, യെസ്, ഗുഡ്, ഓക്കെ, ഓക്കെ, നോ, നോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോകും. അങ്ങനെ വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്നതിന് ശേഷം പിന്നെ അച്ഛനുണ്ട്. അപ്പോൾ അച്ഛൻ്റെ കൂടെയാണ് നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ അച്ഛൻ്റെ കൂടെ പോകും. അങ്ങനെയാണ്. അപ്പോൾ ഞാൻ എവിടെയും വായ തുറക്കില്ല. അങ്ങനെ അപ്പം അച്ഛൻ്റെ ഈ ഞങ്ങളുടെ ഈ ക്വാർട്ടേഴ്സിൻ്റെ തൊട്ടടുത്ത ക്വാർട്ടേഴ്സിൽ അച്ഛൻ്റെ ഒരു സബോർഡിനേറ്റ്, ഒരു സ്റ്റാഫ് വർക്ക് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് EK റാവു എന്നാണ്. സ്റ്റേഷൻ മാസ്റ്ററാണ്. അപ്പോൾ EK റാവും ഫാമിലിയുമാണ് അവിടെ താമസം. അപ്പോൾ അദ്ദേഹത്തിന് 2 ചെറിയ കുട്ടികളുണ്ട്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ചിന്തു എന്നും പിന്നെ മനു എന്നും വിളിക്കുന്ന 2 പിള്ളേരുണ്ട്. അവർ 6ലോ
മൂത്തവൻ 6-ലോ മറ്റോ പഠിക്കുന്നത്, രണ്ടാമത്തവൻ അതിലും ചെറിയ കുട്ടിയാണ്. ഞാൻ ഡിഗ്രി കഴിഞ്ഞ് പോയിട്ടുള്ള ചെറിയ പയ്യനാണല്ലോ, അധികം എനിക്കും പ്രായമൊന്നുമില്ല. ഞാൻ ഇവരായിട്ടാണ് കമ്പനി. ഇവരെപ്പോഴും വെക്കേഷൻ ടൈമാണല്ലോ, അപ്പോൾ ഇവർ നമ്മുടെ വീട്ടിൽ വരും, ഞങ്ങൾ കളിക്കും, പന്ത് കളിക്കും, ക്രിക്കറ്റ് കളിക്കും. അപ്പോൾ ഇവരായിട്ടാണ് എൻ്റെ കമ്മ്യൂണിക്കേഷൻ. യു എയ്റ്റ് ലഞ്ച്, ഡിന്നർ, സപ്പർ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അവരും എന്തെങ്കിലും അങ്കിൾ യു ആയിട്ട് എന്നൊക്കെ ചോദിക്കും. അവർക്ക് കുറച്ചൊക്കെ അറിയാം, അപ്പോൾ നമ്മുടെ അടുത്ത് അങ്ങനെ ചോദിക്കും. അങ്ങനെ കുറച്ചിങ്ങനെ മുറിയൻ ഇംഗ്ലീഷും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇവരെടുത്ത് സംസാരിക്കും. ഇവരെടുത്ത് സംസാരിക്കുമ്പോൾ അധികം പേടിക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ ഞാനിങ്ങനെ മുറിയൻ ഭാഷയിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ പിന്നെ എത്ര കാലിച്ചിട്ട് വീട്ടിലിരിക്കുക. അപ്പം അച്ഛൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, നമുക്കൊരു കമ്പ്യൂട്ടർ കോഴ്സ് പഠിക്കാം. അന്നൊക്കെ കമ്പ്യൂട്ടർ ഭയങ്കര പ്രചാരത്തിലുള്ളതാണ്. എല്ലാവരും കമ്പ്യൂട്ടർ കോഴ്സ് പഠിച്ചാൽ ഭയങ്കര ജോലി സാധ്യതകൾ എന്നുള്ള ഒരു കാലമാണ്. അപ്പോൾ ഇതൊരു ഒരു ഒരു ഗ്രാമപ്രദേശമാണ്. അപ്പോൾ അവിടുന്ന് ഒരുപാട് ദൂരെ ആണ്, റായ്പൂർ എന്ന് പറഞ്ഞ സിറ്റിയിലാണ് കമ്പ്യൂട്ടർ കോഴ്സുകളുള്ളത്. ട്രെയിൻ ഉണ്ട് അവിടേക്ക് പോകാൻ. റായ്പൂർ ഇന്ന് ഛത്തീസ്ഗഡിലാണ്, നിങ്ങൾക്കറിയാം. അന്ന് ഛത്തീസ്ഗഡ് മധ്യപ്രദേശ് വിഭജിക്കപ്പെട്ടിട്ടില്ല, ഒരേ സംസ്ഥാനമാണ്. അപ്പോൾ ട്രെയിനിൽ കയറിയിട്ട് ഞാൻ അച്ഛൻ എന്നെ കൊണ്ടുപോയി ഡാറ്റാപുറ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പ്യൂട്ടർ ഇൻസ്റ്റിറ്റ്യൂട്ട് കൊണ്ടുപോയി ചേർത്തു. ഞാൻ ഇവിടുന്ന് ട്രെയിൻ കയറി പോകും. അപ്പോൾ അച്ഛൻ ഈ ട്രെയിനിലെ, അതായത് വിശാഖപട്ടണം ഡിവിഷനിലാണ് ഇതെല്ലാം വരുന്നത് ആ കാലത്ത് കേട്ടോ. ഇപ്പം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. വിശാഖപട്ടണത്തിൽ റെയിൽവേക്കാർ പറയുന്ന പേര് വാൾട്ടയർ എന്നാണ്, വാൾട്ടയർ ഡിവിഷൻ. അപ്പോൾ വാൾട്ടയർ ഡിവിഷനിൽ അച്ഛൻ എത്രയോ കാലങ്ങളായിട്ട് സർവീസ് ചെയ്യുന്നതുകൊണ്ട് ഒരുമാതിരി എല്ലാവരും അച്ഛൻ്റെ സുഹൃത്തുക്കളാണ്. അച്ഛൻ 10-25-30 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അച്ഛൻ്റെ പരിചയമുള്ളത് കൊണ്ട് എനിക്ക് പാസ് ഉണ്ട്. എനിക്ക് വേണമെങ്കിൽ ഫസ്റ്റ് ക്ലാസ്സിൽ DTയോട് പറഞ്ഞിട്ട് കയറിയിരിക്കാം. അതല്ലെങ്കിൽ ഈ ട്രെയിനിൻ്റെ ബാക്കിൽ ഗാർഡിൻ്റെ ബോഗയുണ്ട്, കണ്ടിട്ടുണ്ടാവില്ലേ, ഈ കൊടി വീശുന്ന, അതിലിരുന്നിട്ട് പോവാം. അപ്പോൾ തിരക്കിൽ നമ്മൾ പോകേണ്ട കാര്യമില്ല, നമുക്ക് ഇവരുടെ അടുത്ത് പറഞ്ഞാൽ കയറിയിരിക്കാം. അങ്ങനെ അപ്പോൾ ഞാൻ ചില ദിവസങ്ങൾ ഫസ്റ്റ് ക്ലാസ്സിൽ കയറിയിരിക്കും, ചില ദിവസം ഈ ഗാർഡിൻ്റെ ഇതിൽ കയറിയിരിക്കും. ഞാനിങ്ങനെ അച്ഛൻ്റെ പേര് പറയും, VVD മേനോൻ എന്നാണ് അച്ഛൻ്റെ പേര് റെക്കോർഡുകളൊക്കെ. VVD മേനോൻ്റെ മകനാണെന്ന് പറഞ്ഞാൽ വാന്ന് പറഞ്ഞ് വിളിച്ചെടുത്തും. അങ്ങനെ ഇവരൊന്നും എൻ്റെ അടുത്ത് ഒന്നും സംസാരിക്കില്ല, നമ്മൾ പതുക്കെ ഇരുന്ന് ഇങ്ങനെ പോകും. അങ്ങനെ ഒരു തവണ പോയപ്പോൾ അയ്യർ എന്ന് പറഞ്ഞിട്ടൊരാൾ ആണ്, അച്ഛൻ്റെ അടുത്തൊരു സുഹൃത്താണ്. പുള്ളി തമിഴിനാണ്, അങ്ങനെ വലിയ സിന്ദൂര പൊട്ടൊക്കെ തൊട്ടിട്ട് ഇരിക്കുന്നത്. പുള്ളി എന്നെയായിട്ട് സൗഹൃദ സംഭാഷണം ആരംഭിച്ചു. അപകടം ആയാലോ. പുള്ളി എൻ്റെ അടുത്ത് ചോദിച്ചു, വാട്ട് ഈസ് യുവർ നെയിം എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞിങ്ങനെ പ്രദീപ് എന്നാണെന്ന് പറഞ്ഞു. ഓക്കെ, വെരി ഗുഡ്. പിന്നീട് പുള്ളിയുടെ ചോദ്യം, വെൻ ഡിഡ് യു കം ടു മഹാസമണ്ട് ചോദിച്ചു. മഹാസമണ്ടി സ്റ്റേഷൻ, വെൻ ഡിഡ് യു ആക്ച്വലി കം? അപ്പം ഞാൻ പെട്ടെന്ന് പറഞ്ഞു, ആഫ്റ്റർ 2 days എന്ന് പറഞ്ഞു. അതായത് 2 ദിവസം മുമ്പാണ് വന്നതാണ് പറയേണ്ടത്. അപ്പം ഞാൻ ആഫ്റ്റർ 2 days എന്ന് പറഞ്ഞു. പിന്നെ അപ്പം എനിക്ക് മനസ്സിലായി പെട്ടെന്ന് അത് 2 ദിവസം കഴിഞ്ഞിട്ട് വന്നു എന്നാണല്ലോ ആഫ്റ്റർ എന്ന് പറഞ്ഞ അർത്ഥം. അതാണ് എനിക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ആയി. അപ്പം ഞാൻ സോറി എന്ന് പറഞ്ഞു, ജസ്റ്റ് ബിഫോർ 2 days എന്ന് പറഞ്ഞു. ഓക്കെ, ജസ്റ്റ് ബിഫോർ 2 days. എന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, ട്രെയിൻ ഈസ് ഗോയിങ് വിച്ച് ഈസ് കറക്റ്റ് എന്ന് വെച്ചു. അപ്പം ഞാൻ ട്രെയിൻ ഗോയിങ് മനസ്സിലിങ്ങനെ ആലോചിക്കുക, ട്രെയിൻ ഈസ് ഗോയിങ്. അപ്പോൾ ഇതിൽ എന്തോ ഈ ട്രെയിൻ ഗോയിങ് എന്നുള്ളത് എന്തോ ഒരു മിസ്റ്റേക്കാണ്. എന്ത് മിസ്റ്റേക്കാണെന്ന് നമുക്കറിയില്ല. പക്ഷെ ട്രെയിൻ ഈസ് ഗോയിങ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഒരു കറക്റ്റ് ആണെന്ന് തോന്നുമല്ലോ. അപ്പം ഞാൻ പറഞ്ഞു ട്രെയിൻ ഈസ് ഗോയിങ്. അപ്പോൾ പുള്ളി ചോദിച്ചു, വൈ? നമുക്കറിയില്ല, എനിക്കറിയില്ല എന്നാണ്. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, നീ VVD മേനോൻ്റെ മകനാണ്. അദ്ദേഹം ഈ വാൾട്ടയർ ഡിവിഷനിലെ ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ ഒരു രാജാവാണ്, ഒരു കിങ്ങാണ്. ഞങ്ങൾ ഈ അസോസിയേഷൻകാർ, റെയിൽവേ മെൻസ് അസോസിയേഷനിൽ അച്ഛൻ പണ്ട് ആക്റ്റീവായിരുന്നു. പിന്നെ വയസ്സായപ്പോഴും ശാരീരിക അസ്വസ്ഥത കാരണം അച്ഛൻ അതിൽ അത്ര ആക്റ്റീവ് ആയിരുന്നില്ല. എന്നാൽ പോലും വല്ല മിനിസ്റ്റർമാർ വരുമ്പോൾ, ഡിവിഷണൽ റെയിൽവേ മാനേജേഴ്സ് വരുമ്പോഴൊക്കെ ഈ മെമ്മോറാണ്ടങ്ങൾ എഴുതി കൊടുക്കുമല്ലോ, ആ മെമ്മോറാണ്ടം എഴുതിപ്പിക്കുന്ന അച്ഛനെ കൊണ്ടാണ്. ഇത് എഴുതി കൊടുത്താൽ അത് വായിക്കുന്ന ആളുകൾ, അന്ന് പുള്ളി പറഞ്ഞത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അന്ന് LK അദ്വാനിയുടെ മകളുടെ ഭർത്താവായിരുന്നു ആ ഏരിയയുടെ ഡിവിഷണൽ റെയിൽവേ മാനേജർ. LK അദ്വാനി എന്നൊന്നും അങ്ങനെ പോപ്പുലർ അല്ല കേട്ടോ ആ കാലത്ത്. അപ്പോൾ അദ്ദേഹം വന്നിട്ട് ഒരു തവണ ഇവർ മെമ്മോറാണ്ടം കൊടുത്തപ്പോൾ അവരിത് വായിച്ചു നോക്കിയിട്ട് ചോദിച്ചു, വേർ ഈസ് മിസ്റ്റർ മേനൻ എന്ന് ചോദിച്ചു പറയാം. അപ്പോൾ ഇവർ പറഞ്ഞു, അയാൾക്കിപ്പോൾ അത്ര ശാരീരികമായിട്ട് അത്ര ഇതില്ലാത്തതുകൊണ്ട് ആക്റ്റീവ് അല്ല. വൈ സാർ എന്ന് വെച്ച് പറഞ്ഞു, ദിസ് ഇസ് ഡ്രാഫ്റ്റഡ് ബൈ ഹിം, ഇത് അദ്ദേഹം എഴുതിയതാണ് എന്ന് പറഞ്ഞു. അതായത് ആ എഴുതിയ ഭാഷ കണ്ടിട്ട് ഇയാൾ എഴുതിയതാണെന്ന് പറഞ്ഞു. അപ്പം അത്രയും ഭാഷയിൽ ആ കാലത്ത് ഒരു ശശി തരൂരായിരുന്നു അച്ഛൻ എന്ന് എനിക്ക് ഇപ്പോൾ സേഫായിട്ട് പറയാൻ പറ്റും. ആ അച്ഛൻ്റെ മകനാ, നീ അത് ഓർമ്മ വേണമെന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര അപമാനമായി, സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടമായി.
ഞാനങ്ങനെ മൊത്തത്തിൽ മൂഡ് ഓഫ് ആയിട്ട് ഈ കോഴ്സ് കഴിഞ്ഞു, ഈ കമ്പ്യൂട്ടർ കോഴ്സ് കഴിഞ്ഞ് വൈകുന്നേരം, അന്നത്തെ ക്ലാസ് കഴിഞ്ഞ് വൈകുന്നേരം വീട്ടിലാകെ മൂഡ് ഓഫ് ആയിട്ട് വന്നിരിക്കുന്ന സമയത്ത് ഈ ചിണ്ടു എന്ന് പറഞ്ഞ പയ്യൻ അവിടെ സ്വാഭാവികമായിട്ടും വൈകുന്നേരം വന്നു കുറച്ചു നേരം. അപ്പോൾ ഒരു വൈകുന്നേരത്തെ ഒരു 4:30-5 മണിക്കൊക്കെ ഞാൻ തിരിച്ചെത്തും. അപ്പോൾ വന്ന് കുറച്ചു നേരം കളിച്ചപ്പോൾ പോകുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അങ്കിളിൻ്റെ ഡാഡി അന്വേഷിക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു എന്താണ് കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞു, ഈ കെ റാവിൻ്റെ വൈഫിൻ്റെ അനിയൻ, ബ്രദർ ഇൻ ലോ, പണ്ട് റെയിൽവേയിൽ ടെമ്പററി വേക്കൻസിയിൽ കുറച്ചു കാലം ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു വേക്കൻസി വരുന്നുണ്ട്. അപ്പോൾ ഈ ടെമ്പററി വേക്കൻസിയിൽ ഇദ്ദേഹം ജോലി ചെയ്ത ആ പീരീഡ് കൺസിഡർ ചെയ്തുകൊണ്ട് ഇദ്ദേഹത്തിന് പ്രയോറിറ്റി കൊടുത്തിട്ട് ഈ ജോലി അദ്ദേഹത്തിന് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്ലിക്കേഷൻ കൊടുക്കണം. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഈ അവിടെ പൊതുവെ ആളുകൾക്ക് അങ്ങനെ ലാംഗ്വേജ് നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയില്ല, ഈ കെയറിന് പ്രത്യേകിച്ചും അറിയില്ല. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് പോയുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അച്ഛൻ ചീത്ത പറയും, ഇതുപോലെ എഴുതാൻ അറിയില്ല എന്നൊക്കെ ചോദിച്ചിട്ട് അച്ഛൻ ദേഷ്യപ്പെടും. അപ്പോൾ പുള്ളി എന്താ വിചാരിച്ചാൽ ചോട്ടാ ബാബുനെ കൊണ്ട് എഴുതിപ്പിക്കാം. ഒരു പക്ഷേ ബഡാ ബാബുവിനേക്കാളും നല്ല ഭാഷയായിരിക്കും ചോട്ടാ ബാബുവിൻ്റെ, കാരണം കേരളത്തിലെ ഗ്രാജുവേറ്റ് അല്ലേ, ഇംഗ്ലീഷൊക്കെ ഭയങ്കര അറിവായിരിക്കും എന്ന് വിചാരിച്ചിട്ട് പുള്ളി വരാം. എനിക്ക് ആകെ വേർത്തു. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അന്ന് ആകെ ആദ്യമായിട്ടൊരു ഹാർട്ട് അറ്റാക്കിൻ്റെ ലക്ഷണങ്ങൾ എനിക്ക് അപ്പോഴാണ് തോന്നിയത്. അപമാനല്ലേ, എനിക്കിത് എഴുതാൻ അറിയില്ല എന്ന് എൻ്റെ അച്ഛനും കൂടി അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ നിൽക്കാൻ പറ്റില്ല. ഞാൻ പേടിച്ചിട്ട് നിൽക്കുക. വൈകുന്നേരം ആയപ്പോൾ ഈ കോട്ടയാടിൻ്റെ ഈ വീടിൻ്റെ ഒരു ഫ്രണ്ട് ഭാഗത്ത് ഒരു വരാന്തയുണ്ട്. ആ വരാന്തയിൽ നോക്കിയാൽ ഈ കെ റാവുവിൻ്റെ വീട് കാണാം. അപ്പം ഞാൻ അവിടെ തന്നെ ചുറ്റുപറ്റി നിൽക്കുക, വരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഒരു 5:30 മണി, 6, 6:30, 7 മണിയൊക്കെ ആയപ്പോൾ ഞാനവിടെ അങ്ങനെ നെഞ്ചിങ്ങനെ പടപടാന്ന് അടിക്കുകയല്ലേ, പേടിച്ചിട്ട് ഞാൻ അവിടെ നിൽക്കുക. അപ്പോൾ ചിണ്ടു ചപ്പൽ എന്നൊക്കെ പറയുന്നത് കേൾക്കാം ഇയാളുടെ. അപ്പോൾ ഇയാളെ ചപ്പലെടുത്തിട്ടിട്ട് ഇയാൾ വായിലടച്ചിട്ട് ഇയാൾ അവിടെ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടു. അതോടെ എനിക്ക് ആകെ കൈകാലം പറയാൻ തുടങ്ങി. ഇപ്പോൾ പുള്ളി ഒരു 100 മീറ്റർ ദൂരമേ ഉള്ളൂ. അപ്പോൾ അവിടുന്ന് പുള്ളി നടന്ന് വീട്ടിലെത്തുമ്പോൾ ഞാൻ അച്ഛനപ്പോൾ ന്യൂസ് കേൾക്കില്ല വൈകുന്നേരങ്ങളിൽ 6-7 മണിക്ക്. അപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു, ഞാൻ കുളിക്കാൻ പോകട്ടോ എന്ന് പറഞ്ഞിട്ട് അവിടെ കിടക്കുന്ന കുറച്ച് തുണി എടുത്തിട്ട് ഓടി ബാത്റൂമിൽ കയറി. അപ്പോൾ ഞങ്ങളുടെ ഈ വരാന്ത കഴിഞ്ഞാൽ റെയിൽവേ ക്വാർട്ടേഴ്സ് കണ്ടിട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് അറിയാൻ പറ്റും. ഈ നമ്മുടെ അടുക്കളയും ഡൈനിങ് ഹാളും കഴിഞ്ഞ് പുറത്തൊരു കോട്ടയാടിൻ്റെ ഒരു ഓപ്പൺ ആയിട്ടുള്ളൊരു ഏരിയ ഉണ്ട്. അവിടെ വെള്ളം പിടിക്കാനുള്ള ടാങ്കും ഇതൊക്കെ ഉണ്ട്. അതിൻ്റെ ഒരു സൈഡിലാണ് ഇത്. ഇപ്പോൾ പുറത്തൊരു ഓപ്പൺ ഒരു നടുമിറ്റം പോലെ ഒരു ഓപ്പൺ ഏരിയ ഉണ്ട്. അപ്പോൾ ഇവർ ഇതിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലത്ത് ഇരുന്നിട്ടാണ് അച്ഛൻ ഈ ഇത് കേൾക്കുന്നത്, ന്യൂസ് കേൾക്കുന്നത്. അപ്പോൾ ഈ കെ റാവ് വന്നു. അപ്പോൾ ചോട്ടാ ബാബു എവിടെയെന്ന് ചോദിച്ചു. പറഞ്ഞു അവൻ കുളിക്കുകയാണ്. അപ്പോൾ ഇയാളോട് ഒരു കസേര എടുത്തിട്ട് ഇവർ രണ്ടുപേരും ന്യൂസ് കേൾക്കുകയായിരുന്നിട്ട്. അപ്പോൾ അച്ഛൻ പറഞ്ഞു 10 മിനിറ്റിൽ വരും. കുളിക്കാൻ പോയാൽ 10 മിനിറ്റാണുള്ള സമയം. 10 മിനിറ്റ് കഴിഞ്ഞു, ഞാൻ വരുന്നില്ല. 15 മിനിറ്റ് കഴിഞ്ഞു, അരമണിക്കൂർ കഴിഞ്ഞു, 3/4 മണിക്കൂർ കഴിഞ്ഞു, 1 മണിക്കൂർ കഴിഞ്ഞു, ഞാൻ ഇറങ്ങുന്നില്ല. അപ്പോൾ അച്ഛൻ പറഞ്ഞു അവനെന്തോ വാഷ് ചെയ്യാനൊക്കെ തുണിയൊക്കെ ആയിട്ടാണ് പോയിരിക്കുന്നത്, അത് തുണി കഴുകാൻ കൊണ്ടുള്ളില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഇയാൾ 1-1.5 മണിക്കൂർ വെയിറ്റ് ചെയ്തപ്പോൾ ഇയാൾക്ക് മടുത്തു. അപ്പോൾ അച്ഛൻ ചോദിച്ചു, അല്ല എന്താ സംഭവം, എന്തിനാ നീ ഇപ്പോൾ ചോട്ടാ ബാബുനെ കാണാൻ വന്നിരിക്കും വെച്ച് പറഞ്ഞു. എനിക്ക് ഇങ്ങനെ അപ്ലിക്കേഷൻ എഴുതി കൊടുക്കാറുണ്ടായത്. അപ്പോൾ പുള്ളിക്ക് സ്വാഭാവികമായിട്ട് ദേഷ്യം വന്നു. പുള്ളി പറഞ്ഞു, ഇതൊരു അപ്ലിക്കേഷൻ സാധാരണ എഴുതാൻ പോലും നിനക്ക് അറിയില്ലേ, ഇത്ര കൊല്ലത്തെ സർവീസ് ആയില്ലേ, ഇതൊക്കെ പഠിച്ചുവിടുന്ന ചോദിച്ചിട്ട് അച്ഛൻ്റെ സ്വാഭാവികമായിട്ടും പറയാനുള്ള ഡോസ് കൊടുത്തിട്ട് പേപ്പർ എടുത്ത് പുള്ളി അത് എഴുതി കൊടുത്തു. ഈ കെ റാവ് പോയി കഴിഞ്ഞപ്പോൾ പുള്ളി അച്ഛൻ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇനി ഇറങ്ങി പോരെ, അയാൾ പോയി എന്ന് പറഞ്ഞു. അപ്പം അച്ഛനത് മനസ്സിലായി ഞാനിത് എഴുതാനുള്ള മടിക്കാണ് ഉള്ളിൽ പോയിരിക്കുന്നതെന്ന് പുള്ളിക്ക് മനസ്സിലായി. ഞാൻ പുറത്തിറങ്ങിയിട്ട് ഞാൻ ആകെ അപമാന ഭാരത്തോട് കൂടിയിട്ട് തല കുനിഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ അച്ഛൻ പറഞ്ഞു എൻ്റെ അടുത്തൊരു കാര്യം. ഞാനും അച്ഛനും കൂടിയിട്ട് പൊതുവെ അത്ര നല്ല ടേംസിലായിരുന്നില്ല. സ്വാഭാവികമായിട്ടും ആ കാലത്തുള്ള അച്ഛനും മകനും നമ്മളെല്ലാ എന്താ പറയുക പരസ്പര കാലുഷ്യങ്ങളും പ്രശ്നങ്ങളും ഞങ്ങൾ രണ്ടുപേരും തമ്മിലുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് നല്ല ഓർമ്മിക്കാൻ പറ്റുന്ന ഉപദേശങ്ങളൊന്നും അച്ഛൻ എനിക്ക് നന്നായിട്ട് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ഒരു കാര്യം ഇംഗ്ലീഷിനെ പറ്റി പുള്ളി പറഞ്ഞത്, ഇതത്ര ബുദ്ധിമുട്ടുള്ള ഭാഷയൊന്നുമല്ല പഠിക്കാൻ, കഷ്ടപ്പെടാണ്ട് പഠിക്കാൻ പറ്റില്ല. നീ അതിന് മടി വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ജീവിതകാലം മുഴുവൻ ഈ ഇംഗ്ലീഷ് ഭാഷയെ പേടിച്ച് നിനക്ക് കുളിമുറികളിൽ ഒളിച്ചിരിക്കേണ്ടി വരുന്നു. അതെനിക്കൊരു ഭയങ്കര അപമാനമായി. അതെൻ്റെ ഒരു കണ്ണു തുറക്കുന്നൊരു പോയിന്റുമായി. സത്യമാണ് 2 വിഷയങ്ങളാണ് അന്ന് നടന്നത്. ഒന്ന് തന്നെ ഈ ട്രെയിനിൽ വെച്ചിട്ട് ഈ അയ്യര് ട്രെയിൻ ഈസ് ഗോയിങ് എന്ന് വെച്ചിട്ട് അവമാനിക്കുക, ഒരു തരത്തിലുള്ള അപമാനം ആണല്ലോ. രണ്ടാമത് ഈ അച്ഛനീ പറഞ്ഞ അനുഭവങ്ങൾ. ഈ 2 അനുഭവങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ രാത്രി മുഴുവൻ കരഞ്ഞ് ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടു. പിറ്റേ ദിവസം ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ പോയി. അപ്പം ഞാൻ ഈ ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് ഞാൻ പോകുന്ന സമയത്ത്
അമ്മ കുറച്ച് പൈസ സ്വാഭാവികമായിട്ട് ചേച്ചി അന്നേ ചേച്ചിക്ക് ജോലിയുണ്ട് ബാങ്കിൽ. അപ്പോൾ എല്ലാവരും കുറച്ച് പൈസ തരുമല്ലോ നമ്മളൊരു പോവുകയാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് പൈസയുണ്ട്. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് ഈ റെയിൽവേ സ്റ്റേഷനിലുള്ള ഈ ബുക്ക് സ്റ്റോളിൽ നിന്ന് റൺ ആൻഡ് മാർട്ടിൻ എന്ന് പറഞ്ഞാൽ അവർ എഴുതിയിട്ടില്ല, എപ്പോഴും കിട്ടുമായിരിക്കും മാർക്കറ്റിൽ, ഇംഗ്ലീഷ് ഗ്രാമർ ആൻഡ് കോമ്പോസിഷൻ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം വാങ്ങിച്ചു. എന്നാൽ അന്നിരുന്നങ്ങ് ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങി. ഈ പ്രസന്റ് ടെൻസ്, പ്രസന്റ് പെർഫെക്റ്റ്, പ്രസന്റ് കണ്ടിന്യൂസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഭാഷകൾ ഇത് മുഴുവൻ. എന്നിട്ട് ഒരു നോട്ട്ബുക്ക് എടുത്തിട്ട് എഴുതേ സൺ റൈസസ് ഇൻ ദി ഈസ്റ്റ് അങ്ങനെ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് മുഴുവൻ എഴുതി എങ്ങനെയാണ് ഭാഷ വരുന്നതെന്നൊക്കെ എഴുതി പഠിച്ചു. ഒരു ഇംഗ്ലീഷിൻ്റെ ഒരു ബേസ് സംഭവം ഉണ്ടാക്കി. ഇപ്പോഴും ഇംഗ്ലീഷ് വലിയ രീതിയിൽ എനിക്ക് വഴങ്ങുന്നില്ല. പക്ഷേ ആരെങ്കിലും എന്തെങ്കിലും എഴുതാൻ പറഞ്ഞാലോ എവിടെയെങ്കിലും സംസാരിക്കേണ്ട അവസ്ഥ വന്നാലോ എനിക്ക് ഇനി കുളിമുറിയിൽ പോയി വിളിക്കേണ്ട അവസ്ഥ ഉണ്ടാവില്ല. അത്ര അവമാനകരമായിട്ടൊരു അവസ്ഥയിൽ ഞാൻ പുറത്ത് കടന്നു. പിന്നൊരു അനുഭവം എനിക്ക് ഉണ്ടാകുന്നത്, ഞാൻ ഈ കോഴ്സിന് പോകുമ്പോൾ തന്നെ റായ്പൂരിൽ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ റായ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ കുറേ നേരം നിൽക്കും. അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ച് ട്രെയിൻ പുറപ്പെടുന്ന സമയത്തെ വണ്ടി കയറുള്ളൂ. കാരണം ഒരുപാട് തിരക്കും ആൾക്കാരും ബഹളങ്ങളൊക്കെ വരുന്നതാണ്. ഈ ചുറ്റോറും ഗ്രാമപ്രദേശങ്ങളാണ്. ഈ ഒരുതരം ട്രൈബൽ ഏരിയ ആണ്, അറിയാലോ, ഛത്തീസ്ഗഡ് എന്ന് പറഞ്ഞാൽ അവിടെ മാവോയിസ്റ്റും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ള ഏരിയ അതറിയാലോ. അപ്പോൾ ഒരുപാട് ആളുകൾ അങ്ങനത്തെ ആളുകളൊക്കെ വരും. പലതരം വേഷം കെട്ടിയിട്ടുള്ള ഒരു കൊട്ടയിൽ സാധനങ്ങളൊക്കെ, ഭയങ്കര കാഴ്ചകളാണ് അവിടെ. അപ്പോൾ ഞാൻ ഈ റെയിൽവേ സ്റ്റേഷനിൽ കൂടെ ഇങ്ങനെ ചുറ്റി നടന്ന് വിവിധ തരത്തിലുള്ള ആളുകളെ കാണും. ഈ ഒരുമാതിരി ബ്ലൗസ് ഉണ്ടാവില്ല അവർക്ക്, ഈ ഗ്രാമത്തിൽ നിന്ന് വരുന്ന സ്ത്രീകൾക്ക്. അവർ സാരി കൊണ്ട് തന്നെ മൊത്തത്തിൽ ഒരു ബ്ലൗസ് കൂടെ പോലെ അങ്ങനെ കവർ ചെയ്തിട്ട് ഇട്ടിട്ടുണ്ടാവും. എൻ്റെ കയ്യിൻ്റെ മുകളിൽ 2 സൈഡിൽ ഇങ്ങനെ പച്ച കുത്തിയിട്ടൊക്കെ ഉണ്ടാവും. അവർ വലിയ വള്ളിക്കൊട്ടകളിൽ എന്തൊക്കെയോ സാധനങ്ങൾ കൊണ്ടുപോകുന്നുണ്ടാവും. അങ്ങനെയൊക്കെ ഒരു നമുക്കൊരു ഭയങ്കര കാഴ്ച, നമ്മുടെ നാട്ടിൽ കാണാൻ പറ്റാത്ത പല കാഴ്ചകളോടെ കാണാം. അപ്പോൾ ഞാനിങ്ങനെ റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ റായ്പൂരിലൊക്കെ ഇങ്ങനെ ചുറ്റി നടക്കും ഇത് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ ചുറ്റി നടക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു സ്ത്രീ, കുറച്ച് വൃദ്ധയാണ്, ഒരു അമ്മൂമ്മ വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, ടിറ്റ്ലഗറിലേക്ക് പോകണം എനിക്ക്. ടിറ്റ്ലഗർ എന്ന് പറഞ്ഞാൽ ഒറീസയിലുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ്, ഒരു സിറ്റിയാണ്. റായ്പൂരിൽ നിന്ന് വിശാഖപട്ടണത്തേക്ക് പോകുന്ന ട്രെയിനുകളിൽ കയറി കഴിഞ്ഞാൽ ഇവിടെ ഇറങ്ങാം. അപ്പോൾ ഏത് ട്രെയിനാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഈ ട്രെയിൻ. അപ്പോൾ നമുക്കറിയാം, അപ്പോൾ ഹിന്ദി കുറച്ചൊക്കെ ഞാൻ ഇങ്ങനെ മുറിയൻ ഹിന്ദിയൊക്കെ പറയും. അപ്പോൾ എനിക്ക് നോക്കിയപ്പോൾ ഞാൻ ഇങ്ങനെ ട്രെയിനാണ്, അത് ഈ പ്ലാറ്റ്ഫോമിൽ നിന്നുള്ള ട്രെയിനാണ്, അതിൽ കയറിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് ടിക്കറ്റ് എടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു ടിക്കറ്റ് കൗണ്ടർ എന്ന് പറഞ്ഞാൽ അത് കാണിച്ചു. ഞാൻ ആ ഭാഗത്താണ് നിൽക്കുന്നത്. എത്ര രൂപയാണ് ടിക്കറ്റ് എന്ന് വെച്ചു. അപ്പോൾ കിത്ന രൂപയ എന്ന് ചോദിച്ചത് എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ ഇതിൻ്റെ മുകളിൽ നമ്മുടെ അവിടെ ബോർഡ് വെച്ചിട്ടുണ്ടാവുമല്ലോ, അങ്ങനെ ബോർഡ് നോക്കുന്ന സമയത്ത് 68 രൂപയാണ് കാണിക്കുന്നത് ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ പോകാൻ. ഞാൻ 68 റുപ്പീസ് എന്ന് പറഞ്ഞു. 68 എന്ന് പറഞ്ഞാൽ ഇവർക്ക് മനസ്സിലാവില്ല, കാരണം ഇവർ സ്കൂളിൽ പോയിട്ടൊന്നുമില്ല. ഇവർ ഈ ഗ്രാമത്തിലെ അങ്ങനത്തെ ഒരു വല്യമ്മയാണ്, ഒരു അമ്മൂമ്മയാണ്. അവരോട് ഞാൻ ഇംഗ്ലീഷ് 68 എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അവരോട് ഹിന്ദിയിൽ പറഞ്ഞു കൊടുക്കണം. എനിക്കാണെങ്കിൽ ഹിന്ദി 18, 19, 20 കഴിഞ്ഞാൽ എൻ്റെ ഹിന്ദി എണ്ണം അവസാനിച്ചു. ഡിഗ്രി വരെ ഹിന്ദി പഠിച്ചിട്ടുള്ള ഒരാളുടെ കാര്യമാണ് ഓർമ്മിക്കണം. അത് കഴിഞ്ഞാൽ എനിക്ക് പറയാൻ അറിയില്ല. അപ്പം ഈ 68 എന്ത് ഹിന്ദിയിൽ പറയും അറിയില്ല എനിക്ക്. അപ്പം ഞാൻ വിഷണ്ണനായിട്ട് നിന്നു. അപ്പോൾ സ്ത്രീ പിന്നെയും ചോദിക്കുന്നുണ്ട്, അവർ അമ്മൂമ്മ എത്രയാണ് പറയും മോനെ, വണ്ടി പോകാറേ എനിക്ക് പോകണം. അത്ര പൈസ അവരുടെ അടുത്ത് ഉണ്ടോയെന്ന് അവർക്ക് അറിയില്ല. ഒരു പക്ഷെ അതിന് വേണ്ടിയിട്ടായിരിക്കും ചോദിക്കുന്നത്. എനിക്ക് കൃത്യമായിട്ട് പറയാനും കഴിയപ്പറ്റിയില്ല. ഞാൻ അതുപോലെ ഭയങ്കരമായിട്ട് അവമാനം ആയി, എനിക്ക് പറയാറില്ല. അപ്പം ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു അവിടെ എഴുതിയിട്ട് അത് വായിച്ച് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പം അവർ പറഞ്ഞു ഈ പത്രാസും ഈ പോരൊക്കെ കണ്ട നല്ല പഠിപ്പുള്ള ആളാ, ഐസല്ലക പഠാ ലിഖാഹെ എന്നാ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നല്ല വിദ്യാഭ്യാസമുള്ള ആളാണെന്ന് ഞാൻ വിചാരിച്ചത്, സ്കൂളിലൊന്നും പോകാത്ത ഒരാളാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി എന്ന് പറഞ്ഞു. എനിക്ക് അവരുടെ അടുത്ത് പറയാനുള്ള ഹിന്ദി അറിയില്ല, എനിക്ക് ഹിന്ദി പറയാൻ അറിയില്ല, എനിക്ക് ഇംഗ്ലീഷ് അറിയാം, ഞാൻ കേരളത്തിൽ ഡിഗ്രി വരെ പഠിച്ചാണെന്നൊക്കെ എങ്ങനെ പറയും ഇവരുടെ, നമുക്ക് പറയാനറിയില്ല. ഞാൻ എൻ്റെ കണ്ണിലൊക്കെ വെള്ളം നിറഞ്ഞ് ഞാനിങ്ങനെ നിൽക്കുക. അപ്പോൾ ആ സ്ത്രീ വേറെ ഏതൊരാളോട് ചോദിച്ചു, അയാളെന്തോ പറഞ്ഞു, ഒരു വാങ്ങിച്ചിട്ട് പോയി. അന്ന് ഞാൻ സഹിച്ച അപമാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിഭീകരമാണ്. ട്രെയിൻ കയറി വീട്ടിൽ വന്നു, ഇതുപോലെ ഞാൻ ആകെ തളർന്നിരുന്നു. അപ്പം അച്ഛനോട് പറഞ്ഞാൽ എന്താ ഉണ്ടാവുക നമുക്കറിയാലോ. അന്ന് രാത്രി ഞാൻ ഉറങ്ങാതെ ഇരുന്നിട്ട് ഹിന്ദിയിൽ 100 വരെ പറയാനും എഴുതാനും പഠിച്ചു. ഒരു രാത്രി മൊത്തം ഇരുന്നിട്ട്
100 കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണ്. 101 അല്ലെങ്കിൽ 200, 300, 400 ഒക്കെ നമ്മൾ മലയാളത്തിലൊക്കെ അറിയാലോ, അത് എളുപ്പമാണ്. അതിൻ്റെ റിപ്പീറ്റേഷനാണ് വരുന്നത്, അതുവരെ പഠിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഞാൻ ഇരുന്ന് പഠിച്ചു. ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, അപമാനം എന്നതുണ്ടല്ലോ, നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അച്ചീവ് ചെയ്യണമെങ്കിൽ നമുക്ക് അഭിലാഷം ആവാം, അംബീഷൻ ആവാം. ആൾക്കാർ പറയില്ല യു ഹാവ് ടു ബി അംബീഷ്യസ് എന്നൊക്കെ ഈ മോട്ടിവേഷൻ സ്പീക്കേഴ്സൊക്കെ പറയും. പക്ഷെ നിങ്ങളുടെ ആശയം അഭിലാഷം നിങ്ങൾ ഒരു ഡിസ്റ്റൻസ് വരെ കൊണ്ടുപോകുള്ളൂ. അപമാനം ഉണ്ടല്ലോ, അത് എവിടെ കൊണ്ടുപോകുന്നു പറയാൻ പറ്റില്ല. അപമാനിക്കപ്പെട്ട ഒരാൾ ഏത് ലെവലിലേക്ക് പോവുക, അപമാനഭാരം കഴുകി കളയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിന് പുറത്തു വരാൻ വേണ്ടിയിട്ട് നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. നമ്മൾ ഏത് ലിമിറ്റും ക്രോസ് ചെയ്ത് പോകും. അപ്പം അതുകൊണ്ട് ജീവിതത്തിൽ എപ്പോഴെങ്കിലും അവമാനിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും സന്ദർഭത്തിൽ തലകുനിച്ച് നിൽക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ആലോചിച്ചോളൂ, അത് ഏറ്റവും നല്ല കാര്യമാണ് ലൈഫിൽ നടക്കുന്നത്. കാരണം ആ മുറിവ് ഉണ്ടല്ലോ, നിങ്ങളതിനെ ഒരുപാട് ദൂരം മുന്നിലേക്ക് കൊണ്ടുപോകും. കഥ പറഞ്ഞിട്ട് ഒരു ഉപദേശത്തെ രൂപത്തിൽ എത്തിയ ക്ഷമിക്കണം. ഞാനിത് 30 വർഷം മുന്നേ നടന്നൊരു കാര്യമാണ്. പക്ഷെ എനിക്കത് പറയുമ്പോൾ ഇപ്പോഴും എനിക്ക് അതിൻ്റെ ഒരു സങ്കടം ഉള്ളിൽ ഫീൽ ചെയ്യുന്നുണ്ട്, ഒരു നൊമ്പരം ഉള്ളിൽ ഫീൽ ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഒരു അപമാനം ഉള്ളിൽ ഫീൽ ചെയ്യുന്നുണ്ട്. എൻ്റെ ഉള്ളിൽ ഇപ്പോഴും ആ മുറിവ് ഉണങ്ങാതെ ഉണർന്നിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്.